ഇടക്കൊച്ചിയിലെ പ്രൈവറ്റ് ഫിനാൻസ് സ്ഥാപനത്തിലെ സ്റ്റാഫുകൾ വീട് കയറി ആക്രമിച്ചതിൽ പ്രതിഷേധിച്ച് ഡിവൈഎഫ്ഐ. ലോൺ അടവ് വൈകിയതിനെ തുടർന്ന് ഇടക്കൊച്ചി സ്വദേശിയെ വീട്ടിൽ കയറി ആക്രമിച്ചുവെന്നാണ് പ്രതിഷേധക്കാരുടെ ആരോപണം. ഇടക്കൊച്ചി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധം ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് പി.സി. അനന്തു ഉദ്ഘാടനം ചെയ്തു. ഇടക്കൊച്ചി സ്വദേശി ടിജുവിനെയും സഹോദരിയെയുമാണ് ലോൺ അടവ് വൈകിയതിനെ തുടർന്ന് സ്വകാര്യ ഫിനാൻസ് സ്ഥാപനത്തിലെ സ്റ്റാഫ്സ് വീട് കയറി ആക്രമിച്ചത്. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായാണ് ഈ സ്ഥാപനം മുന്നോട്ടു പോകുന്നതെങ്കിൽ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് ഡിവൈഎഫ്ഐ പ്രവർത്തകർ പറഞ്ഞു. അക്രമത്തിൽ പരിക്കേറ്റ യുവതി 3 ദിവസമായി കരുവേലിപ്പടി ഗവൺമെന്റ് ആശുപത്രിയിൽ ചികിത്സയിലാണെന്നും പ്രതിഷേധക്കാർ കൂട്ടിച്ചേർത്തു. ഡിവൈഎഫ്ഐ ഇടക്കൊച്ചി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധം ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് പി.സി. അനന്തു ഉദ്ഘാടനം ചെയ്തു. ടിജു എന്ന് പറയുന്ന പയ്യന്റെ 790 രൂപ അടക്കാൻ 2 മണിക്കൂർ വൈകിയതിന്റെ പേരിൽ വീട്ടിൽ കയറി ആ ടിജുവിനെയും സഹോദരനെയും ക്രൂരമായി മർദ്ദിക്കുകയാണ് ഈ മാക്സ് വാലിയിലെ തെമ്മാടി കൂട്ടങ്ങൾ ചെയ്തിട്ടുള്ളത്. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായാണ് മാക്സ് വാലിയുടെ ആളുകൾ ഇടക്കൊച്ചിയിൽ പ്രവർത്തനം നടത്തണമെങ്കിൽ ഇവിടെ ഇടക്കൊച്ചിയിൽ ഇങ്ങനെയൊരു സ്ഥാപനം നടത്തണോ വേണ്ടേ എന്ന് ഇവിടുത്തെ ഡിവൈഎഫ്ഐ തീരുമാനിക്കുന്ന സ്ഥിതിയിലേക്ക് വരും. ഡിവൈഎഫ്ഐ പ്രവർത്തകരായ അരുൺ, അജിത് എന്നിവർ സംസാരിച്ചു. ടിജുവിനെ മർദ്ദിക്കുന്നതുകൊണ്ട് ടിജുവിന്റെ സഹോദരി ഇറങ്ങി ചെല്ലുകയും പിടിച്ചു മാറ്റാൻ ചെല്ലുമ്പോൾ ആ സഹോദരിയുടെ തലയ്ക്ക് അടിക്കുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായിരിക്കുന്നത്. ഇതിനെതിരെയാണ് ഡിവൈഎഫ്ഐ ഇത്തരത്തിലൊരു സമരം ഇവിടെ നടത്തിയിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കമ്പ്യൂട്ടറിൽ നിങ്ങളുടെ കാഴ്ച പരിശോധിക്കുവാൻ ക്വാളിഫൈഡ് ഒപ്ട്രോമെട്രിസ്റ്റിന്റെ സേവനം ലഭ്യമാണ്. KR Opticals, നിയർ ഫെഡറൽ ബാങ്ക്, പള്ളുരുത്തി. സ്പെക്സ് വേൾഡ്, ഓപ്പോസിറ്റ് TB ഹോസ്പിറ്റൽ, കരുവേലിപ്പടി. KR Opticals, കമ്പർഷൻ മുക്ക്, കുമ്പളങ്ങി.